നമസ്കാരം. ജനനായകൻ വിജയുടെ ലാസ്റ്റ് പടം വിനോദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയെ പറ്റി എന്താ ഇപ്പോൾ പറയാം? ചുരുക്കത്തിൽ പറയാം, ഒരു ബർഗ്ഡ് സിനിമ എന്നുള്ള നിലക്ക് മാത്രം. പക്ഷേ ഞാനത് അങ്ങനെയല്ല ആസ്വദിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതെന്താ പൊട്ടപ്പടം എന്നെ ഗംഭീരമായി ആസ്വദിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കും. എന്നാൽ പറ്റും. അത് പക്ഷേ ഒരു നടൻ്റെ കാര്യത്തിൽ ഒരിക്കലൊക്കെ പറ്റുള്ളൂ കേട്ടോ. കുറേ ബോറടിച്ചും കുറേ രസിച്ചും ഒക്കെ വിജയുടെ അവസാന ചിത്രം എന്ന ബോധത്തോടെ കാണാൻ പോയതിൻ്റെ തുടർച്ചയായി അയാളുടെ സിനിമകളായി തന്നെ കാണുന്ന ഒരാളെന്ന നിലക്ക് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സിനിമയുടെ ആസ്വാദനത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ സിനിമയ്ക്ക് പോയ സ്ഥിതി പറയാം. ശരിക്കും വിജയുടെ പടങ്ങൾ പണ്ട് സുന്ദരപാണ്ടി മുതലാണെന്ന് തോന്നുന്നു കാര്യമായി കണ്ടു തുടങ്ങിയത്. അന്നേരം പ്രീ ഡിഗ്രി കാലത്ത് മറ്റാണ് നീലേശ്വരം വിജയലക്ഷ്മിയിൽ നിന്നാണ് അന്ന് സുന്ദരപാണ്ടി കണ്ടത്. അത് B ക്ലാസ് തിയേറ്ററാണ്, C ക്ലാസ് അല്ല, B ക്ലാസ് തിയേറ്ററാണ്. വിജയകാന്തിൻ്റെ തായകം പോലത്തെ തട്ടുപൊളിപ്പം പടമൊക്കെ കാണുന്ന മൂഡിലാണ് നമ്മൾ അതും കാണാൻ പോവാം. പക്ഷേ അവിടെ വിജയിയുടെ ഒരു അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായല്ലോ. രണ്ടാം നിര നായകൻ എന്നുള്ള ആൾക്ക് ഗംഭീരമായ പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ അധികം വൈകാതെ മൂപ്പര് നായകനായി വന്നു തുടങ്ങി. ആദ്യഘട്ടത്തിലെല്ലാം ഒന്നും അങ്ങനെ കാര്യമായി ആദ്യം തന്നെ റിലീസായ ഉടനെ തിയേറ്ററിൽ പോകുന്ന സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പിന്നെ പഠിക്കുന്ന കാലമൊക്കെ ആണല്ലോ. എന്നാൽ പിന്നെ അത് തുടങ്ങി. റിലീസ് സമയത്ത് തന്നെ കാണാനുള്ള പാങ്ങായപ്പോൾ അങ്ങനെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ് മോളൊക്കെ ഉണ്ടായ സമയത്ത് അവൾ സിനിമ കാണാറായപ്പോൾ അവളെയും കൂട്ടിയിട്ട് വിജയുടെ സിനിമയ്ക്ക് പോകുമായിരുന്നു. ഏറ്റവും അവസാനം ബീസ്റ്റ് വരെ, ലിയോ വരെ ആദ്യ ദിവസം തന്നെ മോളെയും കൂട്ടി പോയി കണ്ടിട്ടുണ്ട്. മൂപ്പര് പിന്നെ സിനിമ നിർത്തി മുഖ്യമന്ത്രിയായി അവസാനത്തെ സിനിമ എന്ന നിലക്കാണ് ജനനായകൻ കാണാൻ പോകുന്നത്. സിനിമയിൽ ഹീറോയിസം കാണിച്ച് മുഖ്യമന്ത്രിയായി ശരിക്കും കാണിച്ച ഹീറോയിസം ഉണ്ടല്ലോ, അത് വല്ലാതെ നമ്മൾ റിയൽ ലൈഫിൽ തന്നെ ആസ്വദിച്ചാണ്. ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ, ജനനായകൻ കാണുമ്പോൾ മൂപ്പരുടെ ആ ഹീറോയിസത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ അണിയറയിലൊരുക്കിയ എന്തെല്ലോ ചെറു പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ അതിലും കനപ്പെട്ട അനുഭവം കിട്ടും. അതായത് സിനിമ എടുത്ത് ആ സിനിമ തെരഞ്ഞെടുപ്പിന് മുമ്പ് റിലീസ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രചോദനം, അല്ലെങ്കിൽ ആളുകളുടെ ഒരു മാസമായിട്ടുള്ള മൂവ്മെൻറ്റ്, ഇതൊക്കെ ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാണ്ട് തന്നെ അയാൾ ഇലക്ഷന് അനുസരിച്ച് മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ്. എന്തായാലും അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞ് കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവമായി ഈ സിനിമ നമുക്ക് തോന്നും. അത് ജീവിച്ചിരിക്കുന്നയാളുടെ അവസാനത്തെ സിനിമയാണല്ലോ. വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രിയായി മറ്റൊരു ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ജയൻ്റെയും കലാഭവൻ ഒക്കെ സിനിമ കാണുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അവർ മരിച്ചുപോയതാണ് എങ്കിലും ഇനി അവർ സ്ക്രീനിൽ പുതിയതായി വരില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ കാഴ്ച സിനിമയുടെ ഉള്ളടക്കത്തിനപ്പുറത്ത് നമുക്ക് വല്ലാത്തൊരു ആസ്വാദ്യത തരും. വിജയ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം സിനിമയിൽ ഇനിയില്ല, സ്ക്രീനിൽ ഇനിയില്ല. ഈ സിനിമയുടെ ഒരു ലോകം വേറെയാണല്ലോ. അവിടെ ആള് ബഹളം ഇരുട്ടത്ത് ഇങ്ങനെ കാണുന്ന ഒരു പ്രത്യേക കലാരൂപമാണല്ലോ. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അതിൻ്റെ സ്ക്രീനിൽ ഇനി അയാൾ വരില്ല എന്ന് പ്രഖ്യാപിച്ച് വിടുതലാക്കി പോയതാണ്. എന്നിട്ട് അവിടെയും വിജയിച്ചു, മുഖ്യമന്ത്രിയായിരിക്കുന്നു. പൊതുവേ പണ്ടൊന്നും കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത വിധം അടിയും പിടിയൊക്കെ ആയി പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്ത്, മറുഭാഷാ സിനിമകളുടെ കാലത്ത്, വിജയ് യുഗത്തോടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഴിഞ്ഞാട്ടങ്ങളും സ്ക്രീനിൽ മുഴുനീളം സംഭവിക്കുന്ന അനുഭവങ്ങളും, പിന്നെ നമുക്കുള്ള വ്യത്യസ്തമായ ഒരു ഹീറോയിസം, അയാളുടെ വരവ്, എല്ലാ സിനിമയിലും അയാളുടേതായ ഒരു ഇൻട്രോ, അങ്ങനെ വല്ലാത്തൊരു അനുഭവം വിജയ് നമുക്കെല്ലാം തന്നിട്ടുണ്ട്. എന്നാൽ അവസാനത്തെ ചില സിനിമകൾ 18+ ഒക്കെയാണ് എങ്കിൽ പോലും പക്ഷേ അതിലും ഹീറോയിസത്തിൻ്റെ അളവിലൊരു കുറവുണ്ടായിട്ടില്ല. ഇങ്ങനെ മൊത്തത്തിലുള്ള മാറ്റത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് പോയത്. എന്നിട്ട് അന്നേരം അതിനുവേണ്ടി ഇറക്കിയ ഏറ്റവും ലാസ്റ്റ് പടമായിട്ട് ഇറക്കിയ ജനനായകൻ, അത് പക്ഷേ ഇറങ്ങിയില്ല, ഇപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയ സമയത്ത് അയാൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ് ആദ്യത്തെ ദിവസം. ഞാനിന്ന് 6 മണിക്കത്തെ ഷോ അല്ല, 10:30 ഷോ ആണ് കണ്ടത്. 6 മണിക്ക് തന്നെ എല്ലായിടത്തും ഫാൻ ഷോകളുണ്ട്, എല്ലാം ഫുള്ളായിരുന്നു. ബുക്ക് ഷോയിലൊക്കെ കാണുമ്പോൾ എല്ലാം ഫുള്ളായിരുന്നു. അതായത് അവസാന സിനിമയായി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറക്കാൻ പ്ലാൻ ചെയ്തൊരു പടം പക്ക പ്രൊപ്പഗണ്ട പടമായിരിക്കുന്നതെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നല്ല ക്വാളിറ്റിയുള്ള ഒരു വ്യാജ പതിപ്പ് ലീക്കായി അതുവഴി 1.5 കോടിയോളം ആളുകൾ കണ്ട സിനിമയാണത്രേ ഈ സിനിമ ജനനായകൻ ലീക്കായിട്ട്. എന്നിട്ടോ അതിനിടയിൽ മൂപ്പര് മുഖ്യമന്ത്രിയായി. എന്നിട്ടോ കാലം കുറേ കഴിഞ്ഞു. ഇതൊക്കെ ആളുകൾക്കറിയാം. അതായത് സിനിമയുടെ ഒരു കാല അളവുണ്ട്. ഒരു സിനിമ റിലീസാവും എന്ന് പറഞ്ഞ് അതിങ്ങനെ അനിശ്ചിതമായിട്ട് വൈകിയാൽ പിന്നെ ആളുകൾക്കൊന്നും അത് മൈൻഡ് ഉണ്ടാവില്ല, പിന്നെ എപ്പോൾ റിലീസാക്കിയാലും. എന്നിട്ടും ഇത്രയും നാൾ കഴിഞ്ഞ് റിലീസാവുകയാണ്. അപ്പോൾ ആദ്യ ഫാൻ ഷോ കാണാൻ വന്ന പ്രേക്ഷകരുടെ കാര്യമാണ് ഫുള്ളാണ് എന്ന്. അതാണ് വിജയ്. വേറെ ഒരു നടൻ ഇന്ത്യയിൽ എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. 50 കോടിയിലധികം പ്രീ ബിസിനസ് നടന്നു എന്നൊക്കെ അന്നേരം വാർത്തയും വന്നു കഴിഞ്ഞ ദിവസമൊക്കെ. എന്നിട്ട് സെൻസർ വിലക്കുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഇടപെടൽ എന്ന വാർത്തയുണ്ട്. ഒക്കെ കഴിഞ്ഞിപ്പോൾ നോക്കുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. അയാൾ ശരിക്കും ഒരു സാധാരണക്കാരനെ അല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അസാധാരണമായ ഒരു താരമാണ് എന്ന് അയാൾ തെളിയിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് തുടക്കം മുതൽ ജനനായകൻ നമുക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറുക. അവസാന പടം എന്ന അനുഭവം ശരിക്കും വല്ലാത്ത കോമഡിയാകുന്ന ഇൻട്രോയൊക്കെയാണ് തുടക്കം മുതൽ തന്നെ സിനിമയിൽ
കാണിക്കുന്നത്. പക്ഷേ അതെല്ലാം അതായത് നമ്മളിപ്പോൾ ഒരു നായകൻ്റെ ഇൻട്രോ എന്ന് പറയുമ്പോൾ കഥയിലുള്ളതാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ലോജിക്കില്ലായ്മയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള അനുഭവം നമുക്ക് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോമഡിയായി തോന്നും. ഇവിടെ ഇയാൾ ശരിയായ ജീവിതത്തിൽ സിനിമയിൽ പോലും പറയാൻ പറ്റാത്തതുപോലെയുള്ള ഹീറോയിസം കാണിച്ചു അല്ലേ. വിജയിയുടെ റിയൽ ലൈഫിൽ അയാൾ മുഖ്യമന്ത്രിയായി. അപ്പോൾ ആ മട്ടിൽ ഇയാൾ ഈ സിനിമയിലെ ഹീറോയിസൊക്കെ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്താ പറയുക ലോജിക്കില്ലായ്മ ഒന്നും ഫീൽ ചെയ്യും. കാരണം അയാൾ ശരിക്കും കാണിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് സിനിമയിൽ ഇങ്ങനെ ചില രംഗങ്ങളൊക്കെ കാണുക. ശരിക്കും രോമാഞ്ചത്തോടെ അയാൾ ആലോചിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബോധത്തോടെ കണ്ടാൽ കാണാൻ പറ്റുന്ന രംഗങ്ങളൊക്കെയാണ്. ഇല്ലെങ്കിൽ അയാൾ ഈ പറയുന്നതൊക്കെ ശരിക്കും ചെയ്ത് കാണിക്കുകയല്ലേ എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ആ മട്ടിൽ ഞാൻ സിനിമ ആസ്വദിച്ചു. ഇനി ആ മട്ടിലല്ലെങ്കിലോ ഒരു വെറും ബിഗ് പ്രൊപ്പഗണ്ട സിനിമ, ഒരു ബഗ്ഡ് സിനിമ വിജയ് സിനിമകളിൽ തന്നെ ശരാശരിക്കും താഴെ നിൽക്കുന്ന ഒരു സിനിമ. എച്ച് വിനോദിൻ്റെ സ്ഥിതി നമുക്കറിയാലോ. ബാലയ്യയുടെ വമ്പൻ പടം ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ്. ചിലപ്പം ആ മട്ടിൽ ഭഗവന്ത് കേസരിയുടെ കാഴ്ചയുടെ പ്രശ്നം വെച്ചാൽ അത് വേറൊരു സ്റ്റൈലാണല്ലോ. നമ്മളെ തമിഴ് വരെ നമുക്ക് സഹിക്കാം, അതിൻ്റെ അപ്പുറത്ത് ഉള്ള ശൈലിയിലൊരു പ്രശ്നമുണ്ട്. ആ കോമഡിയായിട്ട് ചില ആളുകൾ ഇങ്ങനെ ഈ റീമിക്സൊക്കെ ചെയ്തിട്ട് കോമഡിയാക്കി അവതരിപ്പിക്കുന്നതൊക്കെ കണ്ട് ചിരിച്ചിട്ടൊക്കെ ഉണ്ട് ഭഗവന്ത് കേസരി. പക്ഷേ ഇവിടെ വിജയുടെ സിനിമയാണ്, തമിഴ് സിനിമയാണ്. അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ നമുക്ക് തമിഴായിട്ട് ആസ്വദിക്കാനുള്ള ഒരവസ്ഥയുണ്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ വിലയിരുത്തുന്ന ആളുകൾക്ക് തോന്നുക അതിനേക്കാളും മോശമായി ഇത് ആണോ എന്നുള്ള വിലയിരുത്തലിലേക്ക് സാധ്യതയുണ്ട്. ഒരു പകുതിയൊക്കെ കഴിയുമ്പം വേറെ ഏതെങ്കിലും ലോകത്തേക്കൊക്കെ ഈ സിനിമ ജനനായകം കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണില്ലേ, അങ്ങനെ ഇന്ദിരന്മാരൊക്കെ വന്ന് യുദ്ധമൊക്കെ നടത്തുന്ന പോലത്തെ ഒരു സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും വിജയ്ക്ക് പറ്റിയ സംഗതി ഇതിലുണ്ട്. ജനനായകം പക്ഷേ ഒരു സാധാരണ പടമായിട്ടാണ് വന്നതെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത്രമാത്രം ക്ലീഷേ ഹീറോയിസവും ഇമാതിരി ഞാൻ പറഞ്ഞ പോലെയുള്ള ഇന്ദിരന്മാരുടെ യുദ്ധവും വേറെ ഏതോല്ലോ നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള എന്തെല്ലോ കാണിക്കുന്ന പരിപാടിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. ചിലപ്പോൾ ഈ ലോജിക്കില്ലായ്മ പറയും ആളുകൾ. ലോജിക്കില്ലായ്മ വിജയ് സിനിമയുടെ ഒരു രസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ലോജിക്കില്ലായ്മയിലും ഒരു ലോജിക്ക് വേണ്ടേ, അതിൻ്റെ സുഖം പോലും കിട്ടില്ല പല സമയത്തും. തമിഴ്നാട്, ഡൽഹി, അങ്ങനെ കഴിഞ്ഞ് പാകിസ്ഥാൻ, അങ്ങനെ ആഫ്രിക്ക വരെ പോകുന്നുണ്ട്. ആഫ്രിക്ക പോലെ ഇന്ത്യയാക്കി അവിടെ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഒരു പദ്ധതി, ബിസിനസ് പദ്ധതിയോ രാഷ്ട്രീയ പദ്ധതിയോ ഒക്കെയാണ് സിനിമ. അതിലെ നായകൻ ദളപതി വെട്രിക്കൊണ്ടൻ. ദളപതിയുണ്ട്, വെട്രിയുമുണ്ട്. കൊണ്ടൻ എന്താണെന്ന് എനിക്കറിയില്ല, അതെന്താണെന്ന് ഇപ്പോൾ അറിയുന്ന ആൾക്കത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ബാക്കി രണ്ടും തെരഞ്ഞെടുപ്പിന് പറ്റിയതാണ്. വെട്രി അയാൾ സാധ്യമാക്കി. ജയിലിൽ നിന്നാണ് സിനിമയുടെ തുടക്കം. അവിടെ നിന്ന് തന്നെ സീനിയോറിറ്റി, ഇന്ത്യ, ദേശീയ പതാക, സ്വാതന്ത്ര്യ സമരം ഒക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബിംബങ്ങൾ അതിനകത്തുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് സിനിമ ഇങ്ങനെ അപരാധ ഹീറോയിസുമായിട്ട് മുന്നോട്ട് പോകും. അപരാധമായ പ്രൊപ്പഗണ്ട വരും. വലിയ കുഴപ്പമില്ലാതെ ചില സമയത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. വിജയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയല്ല ഈ സിനിമ ഞാനിപ്പോൾ വിലയിരുത്തുന്ന പറഞ്ഞാൽ സിനിമയായിട്ട് ഞാൻ പറയുകയാണ് ആലോചിച്ച് നോക്കുമ്പോൾ. എന്നാലും സംഗതി വലിച്ചു നീട്ടുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മൾ വല്ലാണ്ട് ബോറടിപ്പിക്കും. അതൊക്കെ കഴിഞ്ഞ് സിനിമ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ അപരാധ പ്രൊപ്പഗണ്ട കടന്നു വരിക. എന്താ അത്? തെരഞ്ഞെടുപ്പ് സമയത്തും പാർട്ടിയുടെ പ്രചരണ റാലികളിലും ഒക്കെ കണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ വിജയ് ആർജിച്ചെടുത്ത ചില കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രചരണ വിഷയമാക്കാൻ ഈ സിനിമയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വിജയുടെ ഒരു ബിംബം എന്താ, വിജയ് പിന്നെ ഈ കാരവനിൽ വന്നിട്ട് പ്രചരണത്തിന് ഇങ്ങനെ ഒറ്റക്ക് കാരവൻ്റെ മുകളിൽ നിൽക്കുകയാണ്. പിന്നെ കറുത്ത കുപ്പായ കിട്ടിട്ടുള്ള ഈ സുരക്ഷ ജീവനക്കാരാണ്, 1-2 പേരാണ് അയാളുടെ കൂടെ ഉണ്ടാവുക. അതിൻ്റെ ഒരു പ്രാതിനിധ്യം ഈ സിനിമയിലുണ്ട്. കാരവൻ്റെ മുകളിൽ കയറി വിജയ് നിന്ന് സംസാരിക്കുന്നത്, വിജയ് മാത്രം. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സിനിമയിലൂടെ ഉദ്ദേശിച്ചിരുന്നു തോന്നുന്നു. അത് ഈ സിനിമയിലുണ്ട്. വെട്രിയെ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ വെട്രി ഒരു കാട്ടുവാസിയാണ്. ഇപ്പോൾ തമിഴക വെട്രി കഴകം എന്ന അദ്ദേഹത്തിൻ്റെ TVK എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം കൊണ്ടുവന്ന സമയത്ത് നമുക്കറിയാം അതിനകത്ത് നേരിട്ടുള്ളൊരു വിമർശനം ഈ മണ്ണുമായിട്ട് ബന്ധമില്ല, ദ്രാവിഡ കൾച്ചറില്ല എന്നൊക്കെയാണല്ലോ. ചിലപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനായിരിക്കും ഇതിനകത്ത് വെട്രി ഒരു ജീവിയല്ല, കാട്ടിൽ വസിക്കുന്ന സമൂഹത്തിലുള്ള ആദിവാസികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാളായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിലെ ചില ഡയലോഗുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കറിയാം തമിഴക വെട്രി എന്നല്ലോ നായകൻ്റെ പേര്. എനിക്കൊന്ന് തമിഴക വെട്രി എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ആയിരിക്കും ആ കൂട്ടത്തിൽ ചിലത് അതിൽ പ്രയോഗങ്ങളൊക്കെ ഉണ്ടായി. മൂപ്പര് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിടാൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ടാവല്ലോ. എന്തായാലും അതിനെയൊക്കെ ഇതിനകത്ത് ഇയാൾ നേരത്തെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി കുത്തിക്കയറ്റിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ചിലവാക്കാൻ പറ്റുമായിരുന്നിരിക്കും. പക്ഷേ നാട്ടുകാർ രക്ഷിക്കുന്ന രക്ഷകൻ. ഇനിയിപ്പോൾ പ്രചരണ കാലത്ത് മുഖ്യമന്ത്രിയായതിനു ശേഷവും മൂപ്പരുടെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ 3 ആ രക്ഷക ഭാവത്തിൽ ഈ സിനിമയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല നിലയിൽ ആസ്വാദനം നൽകുന്ന അത് കൂടിയാണ് കേട്ടോ. അതിലൊന്ന് ഈ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പുലിപ്പെൺകൾ, അതായത് പെണ്ണുങ്ങൾ പുലിയുടെ കരുത്തോടെ വളരണം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. മമിത ബൈജു വെട്രിയുടെ വളർത്തുമകളാണ്. അവളെ അങ്ങനെ വളർത്താൻ അയാൾ ഒരുപാട് പാടുപെടുന്നുണ്ട്. നാടകീയമായ ചില സാഹചര്യങ്ങളൊക്കെ അതിനടുത്തുണ്ട്. സിനിമയിൽ നമുക്ക് ചില ക്ലീഷകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് രസമാണ്. ധൈര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി, പെണ്ണിന് ധൈര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ട്. പിന്നീട് വിജയ് ഇപ്പോൾ റിയൽ ലൈഫിൽ മുഖ്യമന്ത്രിയായപ്പോൾ സിംഗപ്പൺ എന്ന പേരിൽ പോലീസിലൊരു വിഭാഗം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം.
അതൊക്കെ അയാളുടെ മനസ്സിലുള്ളതായിരിക്കണം. അതുകൊണ്ടായിരിക്കും സിനിമയിൽ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക, തിരക്കഥ മൂപ്പരല്ലെങ്കിൽ പോലും. ഇനി രണ്ടാമത്തേത് കുട്ടികളുടെ സുരക്ഷയാണ്. അതിൽ സാധാരണ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത നല്ല രസമായി അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ടച്ച്, ബാഡ് ടച്ച്, ഗുഡ് ടച്ച് ഒക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ, ഈ പല രീതിയിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ചെറിയ വിദ്യാഭ്യാസം കൊടുക്കണം. ചെറിയ ക്ലാസ്സിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ വളരുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു ബോധം കൊടുക്കണം. അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു എഡ്യൂക്കേറ്റീവ്, നമ്മൾ നല്ല വിദ്യാഭ്യാസം, ബോധവൽക്കരണം നൽകുന്ന രീതിയിലുള്ള ശ്രമം അതിനകത്തുണ്ട്. അത് നാടകീയമാണ്, അയാൾക്ക് വേണോ കുത്തിക്കയറ്റണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് നല്ലതാണ്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇത്തരം സിനിമകളിലൂടെ ജനകീയമായ ഒരു, പ്രത്യേകിച്ച് വിജയ് വഴി തമിഴ്നാട്ടിലേക്ക് ഏറ്റവും സാധാരണ മനുഷ്യനിലേക്ക് അത് എത്തും എന്നുള്ളതാണ്. മൂന്നാമത്തേത് ലഹരി. ഇപ്പം ലഹരിൻ്റെ കാര്യത്തിൽ മൂപ്പര് ഭയങ്കരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്കറിയാം. ഈ സിനിമയിലൊരു വ്യാജമദ്യ ദുരന്തവും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളും ഫ്ലാഷ് ബാക്കിൽ ആ ഭാഗം ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഈ സിനിമയിലെ ഏറ്റവും ഗംഭീരമായ ഒരു ഭാഗമാണ്. അതിനിടയിൽ കരുത്തുള്ളൊരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും സംഭവം. ഇതെല്ലാം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള അരങ്ങൊരുക്കിയതാണ്. പ്രൊപ്പഗണ്ട എന്ന് പറയാം. പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് പിന്നാലെ തമിഴ്നാട്ടിലെ ജനതയെ രക്ഷിക്കാൻ വിജയ് എന്ന ജനനായകൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇനിയാണ് സിനിമ. അവിടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും മകനുമെല്ലാം രാഷ്ട്രീയത്തിൽ വിളയാടുന്ന ഒരു ലോകമാണ്. അവിടെ വില്ലൻ പ്രകാശ് രാജിൻ്റെ കഥാപാത്രം റെഡിയാണ്. പ്രകാശ് രാജിനെ കാണുമ്പോൾ അയാളുടെ ഡയലോഗുകളൊക്കെ വരുമ്പോൾ നമുക്കറിയാം. സ്റ്റാലിൻ, അതിൻ്റെ മുകളിൽ കരുണാനിധി, അയാളുടെ മകൻ ഉദയനിധി സ്റ്റാലിൻ, ഇതിനൊക്കെ പരിഹസിക്കുന്ന ഡയലോഗുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സാമ്രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അങ്ങനെ സ്റ്റാലിനെ കണക്കാക്കി ഉണ്ടാക്കിയൊരു കഥാപാത്രമായിരിക്കാം. ലോകോത്തര വില്ലനാണ് അയാൾ. രാഷ്ട്രീയത്തെ ജനങ്ങളെ തമ്മിലടിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് അയാൾ. അതിനെതിരായ പോരാട്ടം ആണ് വെട്രി നടത്തുന്നത്. അവിടെ അയാളുടെ അനുബന്ധ എലമെൻറ്റുകൾ, ഇപ്പോൾ വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോഴൊക്കെ നമുക്കറിയില്ല, തമിഴ്നാട്ടിലെ എല്ലാ ഒരു പോസിറ്റീവായ ബിംബങ്ങളെയും അതിൽ അണിനിർത്തിയിട്ടുണ്ട്. ഇതിൽ സിനിമയിലെ ബിംബങ്ങൾ ഇഷ്ടം പോലെ അണിനിർത്തിയിട്ടുണ്ട്. രജനീകാന്ത് വരെ ഉണ്ടെന്നാ, വിജയകാന്ത്, രജനീകാന്തിൻ്റെ ഒക്കെ ചില സാന്നിധ്യങ്ങളുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ഈ മുന്നേ ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കും. ഇനി ഇപ്പോൾ ഈ സെൻസർഷിപ്പിൻ്റെ സമയത്ത് അവരാണല്ലോ ജനനായകരെ ഇറക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. തമിഴ്നാട് സംസ്ഥാന സർക്കാരിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയാണ്. അവർക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല, ഇത് കേന്ദ്ര സെൻസർ ബോർഡാണ്, എന്തുകൊണ്ടാണ് ഈ കടുംപിടുത്തം നമുക്കറിയില്ല എന്നൊക്കെ അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയതാണ്. അത് എന്തുകൊണ്ടാണ് കേന്ദ്ര സെൻസർ ബോർഡ്, മോദി സർക്കാരിൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡ് ഇത്ര കടുംപിടുത്തം പിടിച്ചത് എന്നതിനുള്ള ഉത്തരം ഈ സിനിമയിലുണ്ട്. അതായത് സിനിമയുടെ ആകെ ആശയത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയതും രാഷ്ട്രീയത്തിൽ നിരന്തരം നമ്മുടെ പൊതുസമൂഹം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആയി തോന്നിയതുമായൊരു വിഷയം ഉണ്ട് അവിടെ. അതായത് ജാതിയെയും മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം വളർത്തുന്ന പരിപാടി പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകും പോലത്തെ ചില സമീപനമല്ല മുഖ്യമായി ഈ പരിപാടി നടത്തുന്ന ആളുകൾ. പള്ളി തകർക്കുക, അമ്പലം തകർക്കുക, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയയിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുക, മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ രാഷ്ട്രീയമായി തന്നെ സംഘടിപ്പിച്ച് മതവാദം ഉയർത്തി തമ്മിലടുപ്പിച്ച് അതിനിടയിലേക്ക് കൂടി നമ്മളെ മതക്കാരൻ സ്ഥാനാർത്ഥി നിർത്തിയിട്ട് ജയിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ചിതറിപ്പോകുമ്പോൾ ജനാധിപത്യ രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ലാതെ പോലും അത്തരം രാഷ്ട്രീയക്കാർക്ക് അവിടെ പ്രസക്തി ഇല്ലാണ്ടാവും. അപ്പോൾ രണ്ട് എക്സ്ട്രീം മാത്രം നിലനിൽക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കും. അത്തരക്കാർക്കെതിരായ ഒരു മുന്നറിയിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരുതരം ബോധവൽക്കരണം ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കുറച്ച് വിശദീകരിച്ച് മനഃപൂർവ്വമായ ബോധവൽക്കരണം എന്നൊക്കെയാണ് എന്ന് വ്യാഖ്യാനിക്കാം. അവർ സമ്പൂർണ്ണമായ ആസ്വാദ്യത കിട്ടൂലെങ്കിൽ പോലും സോഷ്യൽ മീഡിയകൾ അതിൻ്റെ ഫാക്ടറികളായി പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തമിഴ്നാട്ടിൽ BJP നടത്തിയ നീക്കങ്ങൾ, നേരത്തെ തന്നെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങൾ, പ്രചരണ രീതികളൊക്കെ വലിയ വിമർശനവും വിവാദമൊക്കെ ഉണ്ടാക്കിയതാണ്. വിജയാണെങ്കിൽ BJP ആയിട്ട് പല രീതിയിൽ തെറ്റിക്കിടക്കുകയായിരുന്നല്ലോ. മതവാദത്തിൻ്റെ ആശയം കാണുമ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സെൻസർ ബോർഡ് റിലീസിന് അനുവാദം നൽകാതിരുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. ഇട്ട് കളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലാവും. ഒരുപക്ഷെ എമ്പുരാൻ നേരിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും, എൻ്റെ ഓർമ്മയിലേക്കും വരുന്നുണ്ട്. അതുണ്ടാക്കിയ പുകയിൽ BJPക്ക് മറക്കാനാവില്ല. ഡാമേജും ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തമിഴ്നാട്ടിൽ ഇങ്ങനെയൊരു ജനനായകൻ സ്റ്റാലിനെ വില്ലനാക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത് മതരാഷ്ട്രവാദത്തെ അല്ലെങ്കിൽ മതത്തെ ഇങ്ങനെ അനാരോഗ്യകരമായി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പം പിന്നെ പറയണ്ടല്ലോ അതുണ്ടാക്കാനിടയുള്ള ഡാമേജ് എത്രയാണ്. ജനകീയമായ നിലയിൽ അത് അവതരിപ്പിക്കുമ്പോൾ അത് വലിയ തോതിൽ സ്വീകാര്യത നേടും, ആളുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് റീച്ചിൻ്റെ കാര്യത്തിൽ പിന്നെ എത്രത്തോളം വെട്രി ശക്തനാണ് എന്ന്. പിന്നെ അതിൻ്റെ ആശയങ്ങൾ, അങ്ങനെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അഭിനേതാക്കളുടെ കാര്യം പ്രത്യേകം പറയേണ്ട, നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. വിജയുടെ കാര്യം പിന്നെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നമുക്ക് ഇനിയൊരു പടം കാണാൻ പറ്റില്ല എന്ന ബോധത്തോടെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ ഇതൊക്കെ നന്നായി ആസ്വദിക്കാൻ പറ്റി. ചെറിയൊരു നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു ബോധം ഉണ്ടല്ലോ, വിഷമെന്നതിനെ പറയാൻ പറ്റുമെന്നറിയില്ല, അങ്ങനെ ഒരു ബോധം ഉണ്ടല്ലോ. ഒന്ന് രണ്ട് സെൻറ്റിമെൻറ്റ് സീനൊക്കെ ഉണ്ട്. വിജയുടെ സെൻറ്റിമെൻറ്റ്സ്, ആക്ഷൻ, കുട്ടികളോടുള്ള സ്നേഹം, ഇതൊക്കെ ഈ സിനിമയിലെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്റിമെൻറ്റ് സീൻ
എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ നന്നായി ആസ്വദിച്ച സങ്കട സീനിലൊന്ന് നമ്മുടെ നിന്നിഷ്ടത്തിൻ്റെ റീമേക്ക് ഉണ്ട്, തുള്ളാതെ മനവും തുള്ളും എന്ന് പറഞ്ഞ സിനിമയിലൊരു വലിയ പൊട്ടിക്കരയുന്ന ഒരു സീനുണ്ട്. ഒരു ബക്കറ്റിലെ വെള്ളമൊക്കെ വെച്ചിട്ട് മൂപ്പരങ്ങനെ കരയുന്ന ഒരു രംഗമുണ്ട്, അടച്ചിട്ട ഒരു വാതിലൊക്കെ അടച്ച് അതിനകത്ത് നിന്നിട്ട്. അത് എനിക്കെപ്പോഴും ഓർമ്മ വരുന്നൊരു സീനാണ്. മൂപ്പര് ഈ അഭിനയിക്കുന്ന കാര്യത്തിലുള്ള കൃത്രിമത്വമൊക്കെ പറയുമ്പോൾ തന്നെ ചില രംഗങ്ങൾ എടുത്ത് പറയുന്നതിൽ ഒന്ന് അതാണ്. എന്തായാലും പൊതുവേ അതൊക്കെ ഈ സിനിമയിലെ രംഗങ്ങൾ എന്തുമാത്രം ഫീൽ ചെയ്യും എന്നൊക്കെ കണ്ടെന്നെ അറിയണം. എന്നാലും വിജയ് ഷോ എന്ന നിലയിൽ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ പ്രകാശ് രാജ് ഒരു രക്ഷയില്ല, മൂപ്പര് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതിൽ കൂടുതലോ കുറവോ എന്നുള്ളതല്ല, മൂപ്പരുടെ ഒരു വിളയാട്ടം തന്നെയാണ് ആ ചിരിയും നോട്ടവും ഭാവങ്ങളും ഒക്കെ. എന്നാൽ ഈ സിനിമ ഏറ്റവും വലിയ ലോട്ടറി ആകാൻ പോകുന്നത് മമിത ബൈജുവിനാണ്. നമ്മുടെ പ്രേമലുവിലെ മമിത ബൈജുവിന് ഗംഭീര കഥാപാത്രം, ഉടനീളമുള്ള കഥാപാത്രം, ക്ലൈമാക്സിലെ പെർഫോമൻസ് എല്ലാം വെച്ച് അപ്രതീക്ഷിതമായൊരു നേട്ടമാണ് അവർക്കുണ്ടാകുന്നത്. ചിലപ്പോൾ നയൻതാരക്കൊക്കെ ശേഷം അങ്ങനെ ഒരു പോക്ക് അത്രത്തോളം ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഇല്ലെങ്കിലും മലയാളത്തിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള നിലയിലേക്ക് അവർക്ക് തമിഴിൽ ഗംഭീരമായ സ്വീകാര്യത കിട്ടും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉള്ളതിനപ്പുറത്തേക്ക് ഈ സിനിമയ്ക്ക് ശേഷം പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നായിക പൂജ ഹെഗ്ഡെയാണ്, കാര്യമായിട്ടൊന്നും ചെയ്യാനോ പറയാനോ ഇല്ല. ചിരിക്കുക, നടക്കുക, ഇടയ്ക്ക് 1-2 തവണ സഹതപിക്കുക, അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ബോബി ഡിയോൾ മൂപ്പരിനെ മൊത്തം ഒരു ഭാവമാണ്, വില്ലത്തരം കുറഞ്ഞു പോയോ എന്ന് വിചാരിച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പ്രത്യേക രീതിയിലൊക്കെ നടക്കും. ഗൗതം വാസുദേവ മേനോനുണ്ട്, അപ്പോഴത്തെയും പോലെ തന്നെ നാസർ, സുനിൽ, പിന്നെ വെട്രിയുടെ അമ്മയായിട്ട് രേവതി ഉണ്ട്, പ്രിയാമണി, നരയൻ, ഇങ്ങനെ കുറേ പേരുണ്ട്. ഒരു ഗംഭീര കഥാപാത്രം കണ്ണകിയുടെ ഛായയുള്ള ഒരു ആധുനിക സ്ത്രീയെ അവതരിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പോയിന്റിൽ, അതൊരു വ്യാജ ചാരായൊക്കെ ബന്ധപ്പെട്ടുള്ളൊരു സ്ഥലത്ത് അവർ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട റോളാണ്. അവരുടെ ആ സമയത്ത് സിനിമ ഭയങ്കരമായിട്ട് ഉയരും. അവരുടെ ഭാഗം കാണാൻ നമുക്ക് വല്ലാത്ത എല്ലാ അർത്ഥത്തിലും, ഹീറോയിസ് ആയാലും സാമൂഹ്യ വർത്തമാനകല രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമായാലും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും എച്ച് വിനോദ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായിട്ട് അത്യാവശ്യത്തിന് പ്രൊപ്പഗണ്ടയ്ക്ക് ഉൾപ്പെടുത്തി ആവശ്യത്തിനുള്ളൊരു സിനിമയാണ് ഉണ്ടാക്കിയത്. പക്ഷേ നേരത്തെ ഇറക്കാൻ കഴിഞ്ഞില്ല. ഇറക്കാത്തത് നന്നായി. അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ നാട്ടുകാരെ മൊത്തം ചീത്ത വിളിക്കുന്ന ഒരു സിനിമയായിട്ട് അത് മാറിയേനെ. ഇന്നിപ്പോൾ വിജയ് തൻ്റെ ലക്ഷ്യമൊക്കെ നേടി പൊതുജനത്തിന് മുന്നിൽ റിയൽ മാസമായിട്ട് കാണിച്ചു നിൽക്കുമ്പോഴാണ് അവസാനത്തെ സിനിമ എന്ന നിലയിൽ ജനനായകൻ വരുന്നത്. അപ്പോഴാണ് അത് കാണാൻ രസം. അതാണ് അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് സിനിമ എന്ന നിലയിൽ കാര്യമായി പ്രതീക്ഷിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അല്ലാതെ മുഖ്യമന്ത്രി വിജയ് അതുവരെയുള്ള യാത്രയിലൂടെ ലക്ഷ്യം നേടിയെടുത്ത വിജയ്, അയാളുടെ ഭൂതകാലമൊക്കെ നമുക്കറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഒരു യാത്രയപ്പ് സിനിമ എന്ന നിലയിൽ കാണുക എന്നുള്ളതാണ് ഒരു കാര്യം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ടൈറ്റിൽ കാണിക്കുന്ന സമയത്ത് പഴയ നൊസ്റ്റാൾജിക് രംഗങ്ങളുടെ ഒരു ഇങ്ങനെ പൂമാല ഉണ്ട്, പഴയ സീനുകളൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇനി അയാൾ ഇങ്ങനെയൊന്നും വരില്ലല്ലോ എന്ന വിചാരത്തോടെ ഇതുവരെ നമുക്ക് തന്ന സിനിമാ സ്വാതന്ത്ര്യത്തിനുള്ള നന്ദി മനസ്സിൽ വിചാരിച്ച് സിനിമ കണ്ട് പുറത്തിറങ്ങാം. മുഖ്യമന്ത്രിയായി ഇനിയിപ്പോൾ ശരിക്കും കാണാനിരിക്കുന്നേ ഉള്ളൂ, എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എത്ര കാലം എങ്ങനെ പോകുമെന്ന് നോക്കിയിട്ട് നമുക്ക് വിലയിരുത്താം. അപ്പോൾ ഇനിയൊരു വിജയ് സിനിമയ്ക്ക് വകുപ്പില്ലെന്ന തിരിച്ചറിവോടെ ബൈ.